ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ 8ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. സെഗ്മെന്റ്സ് ഓഫ് എ സർക്കിൾ. അപ്പോൾ അതെന്താന്ന് നോക്കാം. ഒരു സർക്കിള് അതിനെ 2 പോയിന്റിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 2 ആർക്കായിട്ട് മാറും. ഇവിടെ ഇങ്ങനെ ഒരു ആർക്കുണ്ട്, ഇതിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഈ എ ബി എന്ന കോഡും കൂടി അങ്ങോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എ ബി എന്ന് പറയുന്ന ഈ ആർക്കും ആ എ ബി എന്ന കോഡും കൂടി ചേരുന്ന ഭാഗമാണ് എന്ന് പറയുന്നത് സെഗ്മെന്റ്സ് ഓഫ് എ സർക്കിൾ. അതായത് ഒരു കോഡ് വരച്ചു കഴിഞ്ഞാൽ ആ കോഡ് ആ സർക്കിളിനെ 2 സെഗ്മെന്റ്സ് ആയിട്ട് മാറ്റും. എ ക്യു ബി എന്ന സെഗ്മെന്റ്സും എ പി ബി എന്ന സെഗ്മെന്റ്സും. അപ്പോൾ ഈ കോഡും കൂടി ചേർന്ന് വരുമ്പോഴാണ് അതിന്റെ സെഗ്മെന്റ് ആണെന്ന് പറയുക. അപ്പോൾ എ ബി എന്ന കോഡും ഈ എ പി ബി എന്ന ആർക്കും കൂടി ചേരുമ്പോൾ അതൊരു സെഗ്മെന്റ് ആയി. അതിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് ആണ് എ ക്യു ബി എന്ന സെഗ്മെന്റ്. അപ്പൊ ഇവിടെ എയിലും ബിയിലും വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്കിളിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എ പി ബി ഒരു ആർക്കാന്ന് കിട്ടും. അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് എ ക്യു ബി. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എ പി ബി എന്ന ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് എ ക്യു ബി എന്ന ആർക്ക്. എ ക്യു ബി എന്ന ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ് എ പി ബി എന്ന ആർക്ക്. ഈ കോഡും കൂടി ചേർത്ത് വരച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന് സെഗ്മെന്റ് എന്ന് പറയും. അപ്പോൾ കഷ്ണം എന്നുള്ള അർത്ഥം, ആ സർക്കിളിന്റെ ഒരു പാർട്ട്. അപ്പോൾ എ ബി എന്ന കോഡിലൂടെ ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് 2 സെഗ്മെന്റ്സ്. അപ്പോൾ എനി 2 പോയിന്റ്സ് ഓൺ എ സർക്കിൾ സ്പ്ലിറ്റ് ദി സർക്കിൾ ഇൻടു 2 ആർക്സ്, ആർക്ക് എ പി ബി ആൻഡ് ആർക്ക് എ ക്യു ബി. ആർക്ക് എ പി ബി is the alternate arc of arc a q b. Arc a q b is the alternate arc of arc a p b. Each of these arcs are called alternate arc of the other. അതായത് ഓരോ ആർക്കിന്റെ ഓൾട്ടർനേറ്റ് ആർക്ക് എന്നാണ് പറയപ്പെടുന്നത്. സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ പി ബി. എ പി ബി എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ, അതായത് ഈ ആർക്കിന്റെ എൻഡിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിളിലാണ് അതിന്റെ സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എ ഒ ബി. അപ്പോൾ എ ഒ ബി എന്ന് പറയുന്നത് എ പി ബി എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. എ ക്യു ബി എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ 360 ഈ ആംഗിൾ കുറയ്ക്കുന്ന ആംഗിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ ക്യു ബി എന്ന് പറയുന്നത് 360 മൈനസ് ആംഗിൾ എ ഒ ബി എന്ന് കിട്ടും. ഓക്കെ, അപ്പോ ആർക്ക് എ പി ബി മേക്ക് ആംഗിൾ എ ഒ ബി അറ്റ് ദി സെന്റർ. അതായത് എ പി ബി എന്ന ആർക്ക് എ ഒ ബി എന്ന ആംഗിൾ സെന്റർ ഉണ്ടാക്കുന്നു. എ ക്യു ബി എന്ന ആർക്ക് 360 മൈനസ് ആംഗിൾ എ ഒ ബി എന്ന ആംഗിൾ സെന്റർ ഉണ്ടാക്കുന്നു. 2 ആംഗിളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ 360 ഡിഗ്രി. എ ക്യു ബി എന്ന് പറയുന്ന ഈ ആംഗിൾ എ ഒ ബി എന്ന ആംഗിളിന്റെ ഹാഫാണ്. അതായത് ഈ സെഗ്മെന്റിലെ ആംഗിളിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫാണ് അതിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റിലെ ആംഗിള്. അതുപോലെ തന്നെ ദി ആംഗിൾ മെയ്ഡ് ബൈ ജോയിനിങ് ദി എൻഡ്സ് ഓഫ് ആൻ ആർക്ക് ടു എനി പോയിന്റ് ഓൺ ഇറ്റ്സ് ഓൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് സെൻട്രൽ ആംഗിൾ. അപ്പോൾ ഒരു പോയിന്റ് 2 പോയിന്റിൽ വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരാർക്ക് 2 ആർക്കായിട്ട് മാറുന്നു. ഒരാർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആണ് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ. നേരെ തിരിച്ചും. ഓക്കെ, അപ്പൊ ലൈക്ക് ദിസ് ആർക്ക് എ ക്യു ബി മേക്ക് 360 മൈനസ് ആംഗിൾ എ ഒ ബി അറ്റ് ദി സെന്റർ. ആർക്ക് എ ക്യു ബി മേക്ക് 360 മൈനസ് ഓഫ് ആംഗിൾ എ ഒ ബി അറ്റ് ദി സെന്റർ. Therefore, angle APB will be equal to half of 360 minus angle AOB. അപ്പോൾ ഈ ആംഗിള് ഇതിന്റെ ഹാഫാണ്, ഈ ആംഗിളിന്റെ ഹാഫാണ്, സെന്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിളിന്റെ ഹാഫാണ് ആംഗിൾ. ഓക്കെ, സോ ചിത്രത്തില് ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. ആ സർക്കിളിനെ 2 പോയിന്റിൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ 2 പോയിന്റ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ഇതൊരു ആർക്ക്, അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കാണിത്. ഈ ആർക്കിൽ വരച്ചിരിക്കുന്ന ആംഗിൾ ആണ് ഇവിടെ ഈ 47 ഡിഗ്രിയുള്ള ഒരു ആംഗിള്. അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 94. ഈ 94ന്റെ ഹാഫ് ആണ് 47. ഈ ആർക്ക് ഈ സർക്കിളിൽ ഈ ആർക്കിൽ എവിടെ വന്നു കഴിഞ്ഞാലും ഒരേ മെഷർ ആയിരിക്കും. അതായത് കണ്ടോ, അത് ഇവിടെ 47, ഇവിടെ വെച്ചാൽ 47 ആണ്, ഇവിടെ വെച്ചാൽ 47 ആണ്. എവിടെ വെച്ച് കഴിഞ്ഞാലും അത് 47 ആയിരിക്കും. അതായത് ഒരേ ആർക്കിൽ വരുന്ന ആംഗിൾസ് അല്ല എന്ന് പറഞ്ഞാൽ ഈ വെർട്ടെക്സ് എൻഡ് പോയിന്റ് മാറുന്നില്ല, ഈ വെർട്ടെക്സ് മാത്രമേ മാറുന്നുള്ളൂ. ഈ വെർട്ടെക്സ് ഈ സർക്കിളിലെ ഏത് പോയിന്റിൽ വന്നാലും ആ ആംഗിൾ എപ്പോഴും 47 ആയിരിക്കും. അതുപോലെ ഈ ആർക്കിന്റെ ആംഗിൾ ആണ് ഈ 133. ഈ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാലും എവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും അത് 133 ആയിരിക്കും. കണ്ടോ, ഈ ആർക്ക് ആംഗിളിന്റെ വെർട്ടെക്സ് മാറി, പക്ഷെ ആംഗിൾ മാറുന്നില്ല, 133 ആംഗിൾ ആയിരിക്കും. അത് എപ്പോഴും ഇതിന്റെ ഹാഫാണ്, ഇതിന്റെ ഹാഫാണ് ഇത്. അപ്പോൾ
ആംഗിൾ ഇൻ ദി സെയിം ആർക്സ് ആർ ഈക്വൽ. ഒരേ ആർക്കിലെ ആംഗിൾ എല്ലാം ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇതാ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അതിനെ 2 പോയിന്റിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് ഒരു സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. ഇതാണ് സെഗ്മെന്റ്. ഇത് മറ്റൊരു സെഗ്മെന്റ് ആണ്. അതായത് കോഡിലൂടെ സർക്കിളിനെ വരച്ചപ്പോൾ 2 സെഗ്മെന്റ് ആയിട്ട് മാറി. ഇവിടെ പറഞ്ഞ കേസ് തന്നെ ആർക്ക് ഇവിടെ സർക്കിളിനെ 2 പാർട്ടായിട്ട് മുറിച്ച് കഴിയുമ്പോൾ 2 പോയിന്റ് വെച്ച് മുറിച്ച് കഴിയുമ്പോൾ ഓരോ ആർക്കാവുന്നു. ഇവിടെ ഒരു കോഡിലൂടെ മുറിച്ച് കഴിയുമ്പോൾ 2 സെഗ്മെന്റ്സ് ആയി. ഇവിടെ ഇതൊരു സെഗ്മെന്റും ഇതൊരു, ഇവിടെ ഈ സെഗ്മെന്റിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് ആണ് ഇത്. ഈ സെഗ്മെന്റിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് ആണ് ഇത്. അപ്പൊ എ കോഡ് ജോയിനിങ് 2 പോയിന്റ്സ് ഓൺ എ സർക്കിൾ ഡിവൈഡ് ദീസ് എൻറ്റയർ സർക്കുലർ റീജിയൻ ഇൻടു 2 പാർട്സ്. Such parts of a circle are called as segments. Each segment is the alternate segments of the other. അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ ഈ സെഗ്മെന്റിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് ആണ് ഇത്, ഇതിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റ് ആണ് ഇത്. ആംഗിൾ ഇൻ ദി സെയിം സെഗ്മെന്റ്സ് ആർ ഈക്വൽ. ആദ്യം പറഞ്ഞ അതേ കേസ് തന്നെ, ഒരേ സെഗ്മെന്റിൽ വരച്ചിരിക്കുക. സെഗ്മെന്റിലെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കിലെ ആംഗിൾ പോലെ തന്നെയാണ്. ഈ എൻഡ് പോയിന്റ് മാറുന്നില്ല. ഈ വെർട്ടെക്സ് എവിടെ വേണമെങ്കിലും വരാം. എവിടെ വന്നു കഴിഞ്ഞാലും കണ്ടോ, അവിടെ 61 ഡിഗ്രി ആണ്, ഇത് 61 ആണ്, ഇത് 61 ആണ്. അതായത് ഒരേ ആർക്കിലെ ഒരേ ആ സെഗ്മെന്റിലെ ആംഗിൾ എല്ലാം സെയിം ആയിരിക്കും. അതായത് ആ കോഡിന്റെ എൻഡിൽ നിന്ന് വരയ്ക്കുന്ന ആംഗിൾസ് എല്ലാം, അതായത് ഈ വെർട്ടെക്സ് മാത്രമേ മാറുന്നുള്ളൂ. വെർട്ടെക്സ് ആ സർക്കിളിലെ ഏത് പോയിന്റ് വേണമെങ്കിലും ആവാം, എവിടെയാണെങ്കിലും ആംഗിള് മാറുന്നില്ല. അതുപോലെ അതിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റിലെ ആംഗിൾ ഇതുപോലെ എടുത്തു നോക്കാം. ഇതാ കണ്ടോ, ഇതെല്ലാം സെയിം ആണ്. ഈ ആംഗിൾ എല്ലാം സെയിം ആയിട്ട് കാണാം. 119 എന്ന് കിട്ടും. ഇതെല്ലാം സെയിം ആംഗിൾസ് ആണ്. അപ്പോൾ ഒരേ സെഗ്മെന്റിലെ ഈ ആംഗിൾസ് എല്ലാം സെയിം ആണ്, ഈ ആംഗിൾസ് എല്ലാം സെയിം ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കിയേ. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ 180 എന്ന് കിട്ടും. അപ്പൊ ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ്സ് ആർ ഈക്വൽ. സം ഓഫ് ദി ആംഗിൾസ് ഇൻ ദി ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സ്, അതായത് ഈ സെഗ്മെന്റിലെ ആംഗിളും ഈ സെഗ്മെന്റിലെ ആംഗിളും 2 സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സെഗ്മെന്റിലെ ആംഗിളും അടുത്ത അതിന്റെ ഓൾട്ടർനേറ്റ് സെഗ്മെന്റിലെ ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആയിരിക്കും. കണ്ടോ, അവിടെ ഈ ആംഗിളും ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. ഇവിടെ അതുപോലെ തന്നെ 133 47 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180. ഇപ്പൊ ഇവിടെയും ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സിലെ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആർസിലെ ആംഗിൾസിന്റെ സം എപ്പോഴും 180 ആയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യമുള്ളൂ. സെഗ്മെന്റ്സ് എന്താണ്, ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സ് എന്താണ്, സെയിം സെഗ്മെന്റ്സിലെ ആംഗിൾസിന്റെ പ്രത്യേകത എന്താണ്, ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സിലെ ആംഗിൾസിന്റെ സമ്മിന്റെ പ്രത്യേകത എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.